ഓക്കെ. ഞാൻ എണ്ണി നോക്കണം. ഇപ്പം നമ്മുടെ ഫാം ഇതേപോലെ ഉണ്ടാവും. ഞാൻ എണ്ണി നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 കറക്റ്റാണ്. ഇനി അടുത്ത പണി നമ്മളങ്ങോട്ട് 12 ബ്ലോക്ക് മുന്നിലോട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 ഇതേപോലെ എല്ലായിടത്തും. ഒന്ന് 2 3 4 5 6 7 8 9 10 11 12 12 2 3 4 5 6 7 8 9 10 11 12. ഇത് കുറച്ച് കൂടിയോ? കറക്റ്റാണ്. എനിക്ക് തെറ്റിയതാണ്. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്തത് ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് അറിയില്ല നിങ്ങൾക്ക്. അപ്പം ഞാൻ പഠിപ്പിച്ചുതരാം. ഇതിവിടെ അങ്ങനെ ഇതും ഈ തലയും ഇങ്ങനെ എടുക്കണം. ഈ തലയെടുത്ത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ഇതേപോലെ ഫുള്ളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. വെച്ച് പോകുന്നില്ല. ബാക്കിലോട്ട് വെച്ചാൽ മതി. ഓക്കെ. കണ്ടോ സ്പോണാവാൻ തുടങ്ങി. ഇതുണ്ടാക്കുമ്പോൾ തന്നെ ഓരോരുത്തർ സ്പോണായി തുടങ്ങും. അതാണ് നമ്മുടെ ഫാം. പിന്നെ അല്ല, ഇനി ഇത് ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കണം. ഫില്ല് ചെയ്ത് പ്ലാറ്റ്ഫോം ആക്കി കൊടുക്കണത്. ഫില്ല് ചെയ്യാൻ കുറച്ച് പണിയാണ്. എൻ്റെ കൈ വേദനിക്കുന്നത് ഞെക്കി പിടിച്ചിട്ടോ നീക്കിയിട്ടൊക്കെ. നമുക്ക് ഒരിടത്തും കൂടി ചെയ്യാണ്ട്. എൻ്റെ കൈ ഉപ്പാടളകിപ്പോയി. നമ്മൾ കീബോർഡ് ഓൺലിയിൽ കളിച്ചപ്പോൾ ഫുൾ ഇതും കീബോർഡ് വേണ്ടി. മൗസ് കൊണ്ടാണ് എളുപ്പമാണ്. മൗസ് അല്ല, അപ്പം അതാണ്. ഓക്കെ. ഇനി അടുത്ത പണി ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് നമ്മൾ അടച്ചു കൊടുക്കണം. ഒരു പ്ലാറ്റ്ഫോം ആക്കി എടുക്കണം. അത് പിന്നെ വലിയ റിസ്ക് ഇല്ലാത്ത പണി. ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങളെ കൈ മൊബൈലാകുമ്പോൾ കതിരുണ്ടാവും അറിയാം. ഇതാകുമ്പോൾ നെക്കി പിടിച്ച് ഇങ്ങനെ ഒട്ടാൽ മതി. ഒരു ഭാഗം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ 10 മിനിറ്റ് അല്ല പിന്നെ.
ഓക്കെ, ഇനി ഇതേപോലെ 3 ഏരിയ. എൻ്റെ അമ്മോ, ഞാനെന്താ ചെയ്ത്? എൻഡർമാൻ ഇത് എന്നോട് ചൂടാണ്. ഇതൊക്കെ പൊട്ടിച്ചടയൊക്കെ ആയി പോണതാണ്. അല്ലാതെ നമ്മൾ അപ്പം എന്തായാലും നമുക്ക് മിസ്റ്റേക്ക് പറ്റും എന്തുണ്ടാക്കുകയാണെങ്കിലും. പിന്നെ ഫാം വർക്കാവാതിരിക്കൂല, ഇപ്പം തന്നെ നല്ല വർക്കിംഗ് ആണ്. പിന്നെ ലാസ്റ്റ് ഇതിലൊരു ഗൂഢോത്രം ഉണ്ട് പറഞ്ഞില്ലേ, ആ പണി ഞാൻ കാണിച്ചത്. ഫാമിൻ്റെ മെയിനായിട്ട് വർക്കാവാൻ വേണ്ടി ഒരു സൂത്രപ്പണിയുണ്ട്. പിന്നെ എല്ലാവർക്കും ഈ ഫാം അറിയേക്കരം. പക്ഷെ എന്നാലും നമ്മളിത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാം. പിന്നെ നമ്മളൊന്ന് കുറച്ച് ബ്രേക്ക് എടുത്ത് പിന്നെ ഉണ്ടാക്കുമ്പോൾ നമ്മളത് ആകെ മറക്കും. ഇതിപ്പോൾ എങ്ങനെയാണ് ഈ ഫാമിൻ്റെ ഏകദേശം രൂപമൊക്കെ നമുക്ക് അറിയും. പക്ഷെ എന്നാലും എത്ര ബ്ലോക്ക് വെക്കണം അതൊക്കെ മറക്കും നമ്മൾ. ഞാൻ തന്നെ എത്ര വട്ടം പിന്നെ യൂട്യൂബ് എടുക്കും, നോക്കും, ഉണ്ടാക്കും. ഞാൻ തന്നെ ഇത് കുറേ വട്ടം ഉണ്ടാക്കിയതാണ്. പിന്നെയും മറക്കേക്കാൻ നമ്മളെ. ക്രീപ്പർ ഫാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക്. അടിപൊളി ക്രീപ്പർ ഫാം ഉണ്ട്. ഏറെക്കുറെ ഇതിൻ്റെ വർക്ക് കഴിയാനായി. ഏകദേശം ഒരു 60% കംപ്ലീറ്റ് ആയി. മെയിനായിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടില്ല. സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി, പക്ഷേ മെയിനായിട്ട് ഫാം വർക്കാകാനൊരു സംഗതിയില്ലേ, ആ പണിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ ദൂരം പറഞ്ഞറിയോ, 150 ബ്ലോക്ക് ഇല വെച്ച് ഇങ്ങോട്ട് പോയാലെന്നാണ്. അത് തന്നെ, ഇവന്മാർക്ക് എവിടെ സ്പോണാൻ പറ്റില്ല. ഇതിൻ്റെ മേലെ മാത്രമേ സ്പോണാൻ പറ്റുള്ളൂ. ചുറ്റും ഒരൊന്നുമില്ല, ഭൂമിൻ്റെ അടിയാണ്. അവിടെ ഒരു പിന്നെ സ്പോൺ ആവില്ലല്ലോ. പിന്നെ ഈ ഒരു ഏരിയയും കൂടി കുറച്ചിങ്ങനെ പൊന്തിയിട്ട് ഇവിടെ, അയ്യോ മേലോട്ട് വെച്ച് പോയി ഞാൻ. ഫാസ്റ്റ് കുറച്ച് കുറഞ്ഞല്ലോ, നല്ല ഫാസ്റ്റിൽ പണിയെടുത്തോണ്ടിരിക്കുന്നു. അപ്പോൾ ബ്ലോക്ക് വെക്കണേൽ ഫാസ്റ്റും പോയി. ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പറയുമ്പോൾ കംപ്ലീറ്റ് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫാമിൻ്റെ ഇവിടെ ആണെങ്കിൽ കൊടുക്കാത്ത ചൂടാണ്, ഫാന് പോലും ഇല്ല ഇവിടെ. ഓക്കെ, ഇപ്പം ഈ പണി ഇനി ട്രാപ്പ് ഡോറാണ്. നമുക്ക് ട്രാപ്പ് ഡോർ ഇതിലിങ്ങനെ പോയിട്ട് മേലേക്ക് എടുക്കണം. അവിടെ
ബുക്ക് ഇതല്ല ട്രാപ്പ് ഡോർ. ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചതാണ്. ട്രാപ്പ് ഡോർ എടുക്കുക. നമുക്കിനി ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്കിനി നെയിം ഇത് വേണം, ഇത് വേണം, പിന്നെ ഒരു ലീഫിൻ്റെ ഒന്നും ആവശ്യമില്ല. മൈൻ കാർട്ട് വേണം, റെയിൽ വേണം, ഈ സാധനം വേണം, അയൺ റോഡ് ഇതവിടെ. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ കുറച്ച് ഡെർട്ട് എടുക്കും. ഡെർട്ട് എന്തായാലും സ്പോണാകുന്നാണ് തോന്നണേ. ഡെർട്ട് വേണം, അത് ഈ കല്ലുമ്മ സ്പോണാകും. നമുക്ക് കല്ലുമ്മ ട്രൈ ചെയ്യാം. ഞാൻ എല്ലാവരുടെ വീഡിയോയിലും കണ്ടിട്ട് ഡെർട്ട് വെക്കണമെന്നാണ്, കുഴപ്പമുണ്ടാവില്ലേക്കാം. ഇനി എൻ്റർപേഡ് വേണം. എൻ്റർപേഡിൻ്റെ സ്പെല്ലിങ് ഇപ്പോൾ എന്തേനി? ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ വന്നിട്ട് ഇതിൽ മാറ്റിയിട്ട് ഇവിടെ പോവാം. എൻ്റർപേഡ് ഇവിടെ ഉണ്ട്. ഓക്കെ, എൻ്റർപേഡും കിട്ടി. ഇനി അടുത്ത പണി എന്താ വെച്ചാൽ നമ്മൾ ട്രാപ്പ് ഡോർ എടുത്ത് വെക്കണം. നമ്മളെ ട്രാപ്പ് ഡോർ എടുത്തു. ട്രാപ്പ് ഡോർ ഇതവിടെ ഇവിടെ ഇങ്ങനെ ചുറ്റിച്ച് വെക്കണം. ഇതൊന്നും തട്ടിയിട്ട് വല്ല അടി കൊഞ്ഞാടാനാണ്. അത് കുറച്ച് അടിയിലായി പോയി, പൊട്ടിച്ച് മേലൊക്കെ. ഓക്കെ, ഇവിടെ വെച്ചിട്ട് നമ്മളൊരു ബ്ലോക്ക് എടുത്തുകൊണ്ട് നടുവിൽ വെക്കാം. നമുക്ക് നോക്കിക്കൊണ്ടൊരു ബ്ലോക്ക് വെക്കണമല്ലോ. ഓക്കെ, അത് പൊട്ടിച്ചളയണം. അത് താൽക്കാലികത്തിന് വെച്ചതാണ്. ഒരു 2 ഹൈറ്റ് 2 ബ്ലോക്ക് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഇനി അതിന്മേ ഈ സാധനം വെക്കണം. ഇതിന്മേ ഒരു കാർപ്പറ്റും വെക്കണം. അപ്പോൾ ഈ പണി കഴിഞ്ഞു. ഇനി ഇതുമ്മ ഒരു ബ്ലോക്ക് വെക്കുക. എന്നിട്ട് ഇത് പൊട്ടിച്ചട ഈ ബ്ലോക്കുകൾ. ഇനി സ്വിച്ച് കുറച്ച് നീങ്ങിപ്പോയാലും അതായിരിക്കും. ഈ ട്രാപ്പ് ഡോർ ഫുള്ള് തുറന്നിടാം. ഇനി മേലെയാണ് പണി. അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു കൂട് സെറ്റാക്കണം. കൂട് സെറ്റാക്കണമെന്ന് വെച്ചാൽ ഒരു ജന്തുവിനെ സ്പോണാക്കാണ്ട് നമ്മൾ, അതാണ് മെയിൻ പണി. നെയിം ടാഗ് ഇല്ലാതെ ഈ ജന്തുവിനെ സ്പോണാക്കിയിട്ട് ഇവിടെ വെച്ച് പോയി കഴിഞ്ഞാൽ അത് ഡീസ്പോൺ ആവും. പിന്നെ 2ാം പണിയാവും. അപ്പോൾ നെയിം ടാഗ് ഇട്ട് പേരൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ സ്പോണാക്കിയിട്ട് ഇവിടെ ട്രാപ്പ് ചെയ്ത് വെക്കാം. ഈ മണ്ടത്തരാർക്കും പറ്റരുതെന്ന് പറയാനാണ്. എനിക്ക് തന്നെ കുറേ ഈ മണ്ടത്തരം പറ്റിയിരുന്നു. ഞാൻ ഇവിടെ സ്പോണാക്കിയിട്ട് പോയി, പിന്നെ വരുമ്പോൾ ഫാം വർക്ക് ആവില്ല, എന്നിട്ട് ഡീസ്പോണായി പോയി. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മൈൻ ഇതെടുക്കണം. റെയിലെടുത്തിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അടുത്ത പണി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻവീൽ എടുക്കുക. നെയിം ടാഗിന് എന്തെങ്കിലും പേരിടട്ടെ. നെയിം ടാഗ് എടുത്തിട്ട് അതിലൊരു പേര് കൊടുക്കുക. തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പേര് കൊടുത്താൽ മതി. ഓജി കൊടുക്കുക. എനിക്ക് വേണ്ട പേര് കൊടുക്കട്ടോ. അതൊന്നും ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് വേണമെങ്കിൽ ആ ജന്തുവിന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് സെറ്റായി. ഇനി അടുത്ത പണി ഞാൻ ജന്തുവിനെ സ്പോണാക്കാതിൻ്റെ മാത്രമേ ഉള്ളൂ. ഇവിടെ വരിക, നമ്മൾ എൻ്റർപേഡ് എടുക്കുക. നമ്മൾ നിൽക്കാതെ ഇങ്ങനെ എറിയുക. അപ്പോൾ ജന്തു സ്പോണാവും. സർവൈവലിലാണെങ്കിൽ ഇത് ചാവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നിൽക്കാതെ കിട്ടി ഇത് ഈ ജന്തുവിനെ സ്പോണാക്കി എടുക്കാം. സർവൈവലിൽ ഇങ്ങനെ എൻ്റർപേഡ് എറിയുമ്പോൾ നമുക്ക് ഡാമേജ് അടിച്ചു. ഇനി ഇതിന് പേരിട്ട് കൊടുക്കണം. ഓക്കെ,
പേരിട്ട് കൊടുക്കണം എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഡീസ്പോൺ ആക്കാൻ വേണ്ടിയിട്ടാണ്. ഡീസ്പോൺ ആവുക അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഒരു തള്ളു തള്ളുക, അവിടുന്ന് പിന്നെ ഇങ്ങോട്ടൊരു തള്ളു തള്ളുക, എന്നിട്ട് ഇതൊക്കെ പൊട്ടിച്ചിടാം. ഇത്രേ ഉള്ളൂ. ഫാമിൻ്റെ പണി കഴിഞ്ഞു. നമ്മളെ സാധനം പൊട്ടിച്ചെടുക്കണം. പിന്നെ എൻഡർമാൻ അതിനെ കൊല്ലാൻ നോക്കും. തള്ളിങ്ങാണ്ട് താഴത്തേക്കൊന്നും ഇടരുത്. ഓക്കെ, നമ്മുടെ ഫാമിൻ്റെ വർക്ക് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഈ താഴെ നമ്മളൊരു സോഡ് കൊടുത്ത് പോയി കൊന്നാൽ മതി. XP ഫാം റെഡി. നമുക്ക് തംബ്നെയിലിന് വേണ്ടി ഒരു ഫോട്ടോ എടുക്കണം. ആണെങ്കിൽ തംബ്നെയിലിന് വേണ്ടി F1 അടിച്ചിട്ട് ഇതടിക്കാം. ഇത് ഡ്രോപ്പ് ചെയ്യാം നമുക്ക്. എന്നിട്ടിങ്ങനെ കുറച്ച് മുന്നോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് ശരി. ഇത് കുറച്ച് ഗതികേടാണ്. ഇവിടെ വന്നിട്ട് കണ്ടോ, ഇതേപോലെ അടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചാവും. അത് നോക്കണം. ഇവിടെ എന്നിട്ടിങ്ങനെ താഴത്തോട്ട് വന്നിട്ട് ഇങ്ങനെ നിൽക്കുക. തംബ്നെയിലിന് വേണ്ടിയില്ല ഫോട്ടോ എടുക്കട്ടെ. കിട്ടി, കണ്ടോ, അത് കിട്ടി. ഇനി നമ്മൾ F1 തന്നെ അടിച്ചണം. ഇനി ഞാൻ സർവൈവിലേക്കാണ് ഇപ്പോൾ. സർവൈവ് നമ്മൾ XP ഫാം വർക്ക് ഉണ്ടോ നിങ്ങൾക്ക് കാണിച്ചാലേ. അപ്പം അതിന് ഗെയിം ഓക്കെ, സർവൈവിലായില്ലേ? ഓക്കെ, സർവൈവിലായി. ഇനി നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തല്ലി തന്നാൽ മാത്രമേ. ഫാം നല്ല വർക്കഡ് തന്നെയാണ്. XP കിട്ടും. നമ്മളിവിടെ നിൽക്കുന്നതിനനുസരിച്ച് പോലെ ഇങ്ങനെ സ്പോണായി ചാടും. അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്താൽ ഉപകാരമായേനെ. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ. വൈകിട്ട് ഇനി അടുത്തത് എന്ത് ഫാമാണെങ്കിലും പറഞ്ഞോളൂ, ഞാൻ റെഡിയാക്കി തരുന്നതായിരിക്കും. നമുക്കാണെങ്കിൽ ക്രീപ്പർ ഫാം ആണെങ്കിൽ ക്രീപ്പർ ഫാം എടുക്കാം. അയൺ ഫാം റിസ്ക്കാണ്. എന്തെങ്കിലും ചെറിയ ചെറിയ ഫാമുകളൊക്കെ ആണെങ്കിൽ കോബിൾ സ്റ്റോൺ മറ്റേതാണല്ലേ, കോബിൾ സ്റ്റോൺ ഡ്യൂപ്ലിക്കേറ്ററും അങ്ങനത്തെ കുറച്ച് സാൻഡ് ഡ്യൂപ്ലിക്കേറ്ററും അങ്ങനത്തെ ആണെങ്കിൽ ഞാനൊന്ന് യൂട്യൂബിൽ റിസർച്ച് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ബായ്, ഇത്രയേ ഉള്ളൂ.